നമ്മുടെ ബിഗ് ബോസിന്റെ തന്ത്രപരമായ ഇടപെടലിൽ ഷാനവാസ് നെവിൻ ഇഷ്യൂ വളരെ മനോഹരമായി തന്നെ പരിഹരിച്ചിരിക്കുകയാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ രണ്ടുപേരും ഖേദപ്രകടനം നടത്തിയിരിക്കുകയാണ്. ഷാനവാസിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയം എടുത്തിട്ടതിൽ ഷാനവാസും ഖേദം പ്രകടിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പേഴ്സണൽ സ്പേസിൽ പോയതിൽ നെവിനും ഖേദപ്രകടനം നടത്തിയിരിക്കുകയാണ്. നെവിൻ എന്താണെന്നുണ്ടെങ്കിലും ഇനിയാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ പേഴ്സണൽ സ്പേസിൽ മറ്റുള്ളവർക്ക് താല്പര്യമില്ലെങ്കിൽ പോകാതിരിക്കുക. കാരണം അത് പിന്നീടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഷാനവാസ് ആണെന്നുണ്ടെങ്കിലും താൻ പോലും അറിയാതെ മറ്റൊരാൾ അല്ലെങ്കിൽ ആദില എടുത്തിട്ട് ഒരു ടോപ്പിക്കിൽ വള്ളി പിടിച്ചു പോയിട്ടാണ് ഇതുവരെയും പ്രശ്നങ്ങൾ ഉണ്ടായത്. അല്ലെന്നുണ്ടെങ്കിൽ ഷാനവാസിന് ഒരു താല്പര്യവുമില്ലായിരുന്നു ഈ ഒരു പ്രശ്നം 4 പേരുടെ മുന്നിലേക്ക് അവതരിപ്പിക്കണമെന്ന്. എന്തായാലും ഇത്രയും വലിയൊരു പ്രശ്നം വലിയ ടോപ്പിക്കുകളോ അല്ലെങ്കിൽ കണ്ടന്റിന് വേണ്ടി കൊടുക്കാതെ ബിഗ് ബോസ് അത് അണിയറയിൽ വെച്ച് തന്നെ തീർത്ത് ഇതൊരു രമ്യതയിൽ എത്തിച്ചേർന്നത് ബിഗ് ബോസിന്റെ ഒരു ബുദ്ധിപരമായ നീക്കം തന്നെയായിട്ടാണ് എനിക്കും തോന്നുന്നത്. നെവിന്റെ പേഴ്സണൽ ലൈഫിൽ അധികം അഫക്റ്റ് ചെയ്യാതെ നൈസായിട്ട് പുറത്തേക്ക് ഈ ഒരു ടോപ്പിക്ക് കടത്തിവിടാതെ അത് സോൾവ് ചെയ്ത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള തീരുമാനവും. നമ്മൾ പ്രേക്ഷകരും ആഗ്രഹിച്ചിരുന്നില്ല ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി. കണ്ടസ്റ്റന്റ് ചുമ്മാ ഓവറായിട്ട് ഓവർ ഷോ ഒക്കെ കാണിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസ് ഒക്കെ അവരെ പുറത്താക്കണം, അതിനെതിരെ നടപടി എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഒരു പ്രേക്ഷകരും ആഗ്രഹിക്കുന്നില്ല. അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത്. ഓവറായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാനോ വ്യക്തിഗത ചെയ്യാനോ ഒരു പ്രേക്ഷകനും ആഗ്രഹിക്കുന്നില്ല. എന്നാണെങ്കിലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഇതേപ്പറ്റി ഒന്ന് ഷെയർ ചെയ്യുക. ഇത് വലിയ ടോപ്പിക് ആകാതെ അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ വൃത്തികെട്ട രീതിയിൽ പുറത്തേക്ക് ഒരു കണ്ടന്റ് ആയി വിടാതെ ബിഗ് ബോസ് ഇത് പരിഹരിച്ചത് തന്നെയല്ല ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി മുന്നോട്ടാണെന്നുണ്ടെങ്കിൽ പോലും നെവിന് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യവും പറഞ്ഞ് മറ്റു പലരും ഇനി കൂടെ കൂടി കഴിയുമ്പോൾ അല്ലെങ്കിൽ ലാലേട്ടൻ അങ്ങ് പോയി കഴിയുമ്പോൾ കൂടെ കൂടി കുത്തിത്തിരിക്കാൻ ഒത്തിരി പേരുണ്ടാവും. അപ്പൊ അവരുടെ കൂടെ കൂടി ഈ ഒരു ടോപ്പിക്ക് വീണ്ടും കുത്തിപ്പൊക്കി സ്വന്തം കുഴി തോണ്ടാതിരിക്കുക. ഷാനവാസിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, അനാവശ്യമായിട്ട് കുത്താനോ പിന്നീന്ന് കുത്താനോ അല്ലെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് ഒരു വ്യക്തിഗതി ചെയ്യുന്ന ഒരാളല്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഷാനവാസ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഇതുപോലെയുള്ള ടോപ്പിക്കുകൾ 4 പേരുടെ മുന്നിലേക്ക് എടുത്തെടുത്തുള്ളൂ. മുന്നോട്ടും നല്ല രീതിയിൽ പോകട്ടെ. ലാലേട്ടനാണെന്നുണ്ടെങ്കിലും പറയുന്നുണ്ട് ഇതുപോലെ കുൽസിത കാര്യങ്ങളെല്ലാം ഒഴിവാക്കി അല്ലെങ്കിൽ ആരോപണങ്ങളൊക്കെ ഒഴിവാക്കി കണ്ടസ്റ്റൻസ് എല്ലാവരും നല്ല രീതിയിൽ ഗെയിമിലേക്ക് ഇറങ്ങും. 50 ദിവസങ്ങളായി ഇനിയും നല്ലൊരു ഗെയിം കളിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഇതുപോലെയുള്ള എന്താ പറയുന്ന കച്ചറ ടോപ്പിക്കുകളും കച്ചറ കണ്ടന്റുകളുമാണ് 50ാമത്തെ ദിവസവും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മികച്ച രീതിയിൽ ഇനിയെങ്കിലും ഗെയിം കളിച്ച് മുന്നോട്ട് പോകാനാണ് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും ലാലേട്ടന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും കണ്ടസ്റ്റൻസിനോട് എല്ലാവരോടും പറയുന്നത്. നമ്മൾ പ്രേക്ഷകർക്കും അത്രയൊക്കെ പറയാനുള്ളൂ. ഇതുപോലെയുള്ള സംസാരങ്ങളും ഇതുപോലെയുള്ള ആരോപണങ്ങളും ഒക്കെ നിർത്തി മികച്ച രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കട്ടെ. നെവിനാണെന്നുണ്ടെങ്കിലും ഷാനവാസ് ആണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോയതിൽ വളരെ സന്തോഷം. കാരണം ഉള്ളിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം വെച്ച് പേഴ്സണൽ ഗ്രജസ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി നോവിച്ചു കൊണ്ടൊന്നും ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. രണ്ടുപേരുടെ സൈഡിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ രണ്ടുപേരും അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക, ശരിയല്ലേ? അല്ലാതെ ഇതിനകത്ത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. മനുഷ്യരാണല്ലോ നമ്മൾ. പ്രേക്ഷകരും രണ്ട് രീതിയിൽ ചിന്തിക്കുമ്പം രണ്ട് സൈഡിൽ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാറുണ്ട്. ബട്ട് ആ ഒരു പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഇതിന്റെ പേരും പറഞ്ഞ് നെവിനെ ഈ ഒരു എവിഷനിൽ നിന്ന് മാറ്റി നിർത്തിയത് വളരെ നിരാശാജനകമായിട്ട് എനിക്കും തോന്നി. കാരണം ഈ ഒരു ആഴ്ചയിൽ ഏറ്റവും കുറവ് വോട്ട് ഉള്ള ഒരാളിൽ അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റന്റിന് ഒരാൾ കൂടിയാണ് നെവിൻ. റെന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറവ് വോട്ട് പല പോളുകളും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നെവിൻ തന്നെയാണ്. ഈ ഒരു പേരും പറഞ്ഞ് നെവിനെ ആ ഒരു എവിക്ഷനിൽ നിന്ന് ഒഴിവാക്കിയതും ബിഗ് ബോസിന്റെ ഒരു എന്താ പറയുന്ന തന്ത്രപരമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി. ബിഗ് ബോസ് അത്രയ്ക്കും അങ്ങോട്ട് നെവിനെ അങ്ങോട്ട് സേവ് ചെയ്യേണ്ട കാര്യമോ ഒന്നും ഇല്ലായിരുന്നു. ഈ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ആക്കി വിടുക, അതൊക്കെ ഓക്കെ. ബട്ട് എവിക്ഷനിൽ നിന്നൊക്കെ മാറ്റി നിർത്തി സിംഗിൾ എവിക്ഷൻ നടത്തി വിട്ടതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. എന്താണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. വരും ദിവസങ്ങളിൽ എന്താകും, അടുത്ത ആഴ്ചയും എവിഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. പ്രേക്ഷകർ ഇവിടെ തന്നെ ഉണ്ട്. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.